നമസ്കാരം. എക്സാലോജിക്ക് CMRL ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് മാത്യു കോൾനാടൻ നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, കേസ് തള്ളിയതുമായി ബന്ധപ്പെട്ട സാഹചര്യം, മാത്യു കോൾനാടൻ ഉന്നയിച്ച പ്രശ്നം ആരെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസിനകത്ത് UDF-നകത്തും ഉണ്ടാക്കാനിടയുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ ആണിത്. ആദ്യം ഇന്നത്തെ കോടതി വിധി എന്താണ് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട സാഹചര്യം രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നുമുള്ളതാണ്. CMRL-ന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് എക്സാലോജിക്കിന് പണം നൽകിയത് എന്നതായിരുന്നു മാത്യു കോൾനാടൻ്റെ വാദം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ആദ്യം കേസ് വിജിലൻസ് അന്വേഷിക്കണം എന്നായിരുന്നു കോൾനാടൻ്റെ ആവശ്യം. എന്നാൽ പിന്നീട് കോടതി നേരിട്ട് അന്വേഷിക്കണം എന്ന് ആവശ്യം ഉയർത്തുകയായിരുന്നു. ആ സമയത്ത്, വാദം ഉന്നയിക്കുന്ന സമയത്ത് കോടതിയിലുണ്ടായിരുന്ന വാഗ്വാദങ്ങളും തർക്കങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റ് ചില വീഡിയോകളിൽ പരാമർശിച്ചതാണ്. മാത്യു കോൾനാടൻ മുന്നോട്ട് പിന്നോട്ട് എന്നുള്ള നിലയിൽ ഉയർത്തി കാണിച്ച വാർത്താ സമ്മേളനത്തിലെ പേപ്പറുകൾക്ക് അപ്പുറത്തേക്കുള്ള തെളിവുകൾ ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാദമാണ് കോടതിയിൽ നടന്നത്. കോടതി കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 തവണ കോടതി ഹർജികൾ പരിഗണിച്ചു. അപ്പോഴൊക്കെ കോൾനാടൻ വിവിധ രേഖകൾ എന്ന് പറഞ്ഞുള്ള പേപ്പറുകൾ ഹാജരാക്കി. കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായി അനുമതി നൽകാൻ ആവശ്യപ്പെട്ടു, ഇടപെട്ടു എന്ന് തെളിയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന 5 രേഖകളാണ് കോടതിയിൽ ഹാജരാക്കിയതെന്ന് മാത്യു കോൾനാടൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ രേഖകളിലൊന്നും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടർ ധരിപ്പിച്ചത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ആ 5 രേഖകളും വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി കാണിക്കുന്നത് പോലെയുള്ള രേഖകളായി പോയി എന്നുള്ളതാണ് വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് അപ്പോൾ വിശദമായ ഡിസ്കഷനുകൾ പുറത്ത് നടന്നതാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 3 ദിവസത്തിനകം എക്കലും മണ്ണും നീക്കം ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന ജില്ലാ കലക്ടറുടെ കത്ത് KMERL-ന്റെ കൈവശമുള്ള അധിക ഭൂമിക്ക് ഇളവ് അനുവദിക്കണം എന്ന അപേക്ഷ സർക്കാർ തള്ളിയതിനെതിരെ ഹൈക്കോടതി നൽകിയ അനുകൂല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധന നിർദ്ദേശിച്ചുള്ള സർക്കാർ കുറിപ്പ് എന്നിവയാണ് മാത്യു കോൾനാടൻ ഹാജരാക്കിയത്. ഇതിനെതിരെ സർക്കാർ വീണ്ടും CMRL-ന്റെ അപേക്ഷ തള്ളിയ ഉത്തരവ് വിജിലൻസും ഹാജരാക്കി. അതായത് സർക്കാർ എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അപ്പോൾ കോടതിയിൽ ഹാജരാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്യു കോൾനാടൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്തിമ ഉത്തരവ്. അങ്ങനെ ഒരു അന്വേഷണത്തിന് പ്രസക്തിയില്ല, അതിനുള്ള തെളിവുകളില്ല, ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നുള്ള കണ്ടെത്തലോടെ ഉത്തരവ് പുറത്തിറക്കിയത്. ഈ സാഹചര്യത്തിൽ മാത്യു കോൾനാടൻ വലിയ കുട്ടിഘോഷങ്ങളോടുകൂടി മാധ്യമങ്ങളിലൂടെ നടത്തിയ ആരോപണങ്ങൾ ഗൗരവപ്പെട്ട ആരോപണങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, തർക്കങ്ങൾ ഒക്കെ നമ്മൾ കാര്യമായി തന്നെ നിരീക്ഷിച്ചിരുന്നു. ദിവസങ്ങളോളം, എനിക്കൊന്ന് ആഴ്ചകളോളം ചാനലുകൾ ചർച്ച ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. രേഖാപ്രകാരം ബാങ്ക് ഇടപാട് വഴി ഒരു കമ്പനി, എക്സാലോജിക് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിക്ക് അവരുടെ സർവീസ് ആവശ്യപ്പെട്ട് നൽകുന്ന തുക തിരിച്ചു നൽകുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ചർച്ച നടത്തിയത്. ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് സേവനം നൽകുന്നതിനുള്ള പ്രതിഫലം, അതിനുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന പ്രതിഫലമാണ് ആ കൊടുത്തത് എന്നുള്ളതാണ്. അത് ശരിവെക്കും വിധത്തിലാണ് കോടതിയുടെ ഉത്തരവ്. ഈ തരത്തിലുള്ള ഒരു സംഭവത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് മാസപ്പടി എന്നുള്ള വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നൽകിയ വാർത്തകളുടെയും അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടന്നത്. യഥാർത്ഥത്തിൽ അതിനകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരേ ഒരു വിഷയം, ഇത് ധാർമ്മികമായ പ്രശ്നം എന്നുള്ള നിലയിലാണ്. മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്ന ഒരാൾ അയാളുടെ മകൾക്ക് ഇങ്ങനെ ഒരു സ്വകാര്യ കമ്പനിയിൽ കരാറ് വാങ്ങിക്കുമ്പോൾ അതിനുള്ള ധാർമ്മികമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ധാർമ്മിക പ്രശ്നം ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. അതേസമയം ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു താപ്പുണ്ട് എന്ന് കണ്ടെത്തി മറ്റു പല പ്രശ്നങ്ങളെയും മുക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി മുഖ്യ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ നമ്മുടെ തല പെരുത്തുപോകും. കാരണം ഈ പറയുന്ന കരിമണൽ കമ്പനി നൽകി എന്ന് പറയപ്പെടുന്ന പണത്തിൽ ഒരു പണം ഇതാണല്ലോ, അത് ഒരു കമ്പനിക്ക്, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് നൽകിയ സർവീസിനുള്ള പ്രതിഫലം എന്നുള്ള നിലയിലാണ്
ആ തുക നിലനിൽക്കുന്നത്. അത് പറയുന്ന പോലെ ബാങ്ക് അക്കൗണ്ട് വഴി നൽകിയത്, ആ ബാങ്ക് അക്കൗണ്ട് വഴി നൽകിയതിനുള്ള ഒരു കരാറും നിലവിലുണ്ട്. ഇങ്ങനെ ഒരു സർവീസ് തന്നാൽ ഇത്ര രൂപ പ്രതിഫലം തരാമെന്നുള്ള കരാറും നിലവിലുണ്ട്. അതാണ് മാത്യു കുഴൽനാടനും വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ഒരു പ്രശ്നം. എന്നാൽ ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയത്? ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ അവരുടെ ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത രേഖയിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്? കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകി എന്നുള്ള വിവരങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിൽ OC എന്നുള്ള പേരുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി എന്നുള്ള പേരുണ്ടായിരുന്നു, RC എന്നുള്ള പേരുണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല എന്നുള്ള പേരുണ്ടായിരുന്നു, പിന്നെ പ്രധാനപ്പെട്ട നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ, അങ്ങനെ ഒരുപാട് പേരുകൾ അതിനകത്തുണ്ട്. ഈ പണം വാങ്ങിയ ആളുകൾ അത് സമ്മതിക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം പറയുകയുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നിരിക്കാം. ഉമ്മൻചാണ്ടി തന്നെ ഈ കാര്യത്തിൽ നേരത്തെ പാർട്ടിയുടെ മുന്നണിയുടെ ഒക്കെ നേതൃത്വത്തിലിരിക്കുന്ന കാലത്ത് പണം വാങ്ങിയിരിക്കാം എന്ന് പറഞ്ഞു. അതേസമയം കുഞ്ഞാലിക്കുട്ടി ഈ കാര്യം സമ്മതിച്ചു. ഇങ്ങനെ പല വിധത്തിൽ ഉമ്മൻചാണ്ടി വാങ്ങിയത് രമേശ് ചെന്നിത്തല തന്നെ ഈ കാര്യം സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഇങ്ങനെ പല വിധത്തിലുള്ള കണ്ടെത്തലുകൾ ആദായ നികുതി വകുപ്പിൻ്റെതായി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വിധത്തിലുള്ള നികുതി പോലും അടക്കാതെ, ഒരു രേഖ പോലും ഇല്ലാതെ പണം വാങ്ങി എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പണം എന്തിനു വാങ്ങി, അതിന് എന്താണ് പ്രതിഫലം നൽകിയത് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കരാർ പ്രകാരം നൽകിയ തുക ഗൗരവത്തിൽ ധാർമ്മികമായൊരു പ്രശ്നം നിലയിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതിലും ഗൗരവമുള്ള ഇത്രയും പണം വാങ്ങി എന്ന് അവകാശപ്പെടുന്ന, അവർ തന്നെ സമ്മതിച്ച, ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ ഇത്രയും വലിയ നേതാക്കളുടെ കാര്യത്തിൽ എന്താണ് മാത്യു കുഴൽനാടൻ്റെയും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിൻ്റെയും നിലപാട്? അന്വേഷണ സംഘത്തിൻ്റെ തുടർന്നുള്ള അന്വേഷണങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തേത്, ഈ പട്ടികയിൽ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ പട്ടികകൾ കോടിക്കണക്കിന് രൂപ നമ്മുടെ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു, മുൻനിര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിരുന്നു. കരിമണൽ ഖനനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തകൾ നൽകണം എന്നാവശ്യപ്പെട്ട് നൽകിയിരുന്നു. നമ്മുടെ ചാനലുകൾ രാത്രിക്ക് രാത്രി ചർച്ചകൾ, മുഖ്യമന്ത്രി മകൾ എന്ന് പറഞ്ഞ് പ്രതി സ്ഥാനത്ത് നിർത്തി ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ അവർ വാങ്ങിയ പണത്തെക്കുറിച്ച് എന്താണ് അവരുടെ നിലപാട്? അതിന് അവരെന്താണ് പ്രത്യുപകാരം നൽകിയത്? ഏതൊക്കെ തരത്തിൽ കരിമണൽ ഖനനത്തെ സഹായിക്കുന്ന വാർത്തകളാണ് നൽകിയത് എന്നൊക്കെയുള്ള ഗൗരവപ്പെട്ട ചോദ്യങ്ങൾ ആ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഒരു കാര്യം. അവർക്ക് കൂട്ടായി പ്രതിപക്ഷമുണ്ട്, അവരുടെ പേരുണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലം നമ്മളെല്ലാവരുടെയും പേര് അന്വേഷിക്കപ്പെടാതെ നിർത്തുമല്ലോ എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ വരുമ്പോഴാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ കാര്യത്തിലെടുത്ത നിലപാട് സംശയകരമായി മാറുന്നത് എന്നുള്ളത് ഒരു ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. മാത്രമല്ല, ഇതിൻ്റെ തുടർച്ചയായി കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ വലിയൊരു ചർച്ചാ സാഹചര്യം സൃഷ്ടിക്കുന്ന നീക്കം, അതും സംശയത്തിൻ്റെ നിഴലിലാവുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ ആ കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, ഇനി തുടർ നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതികളുണ്ട്, അവിടെയൊക്കെ പോകാം. മരിക്കുന്നതുവരെ ഈ കാര്യത്തിൽ തുടർന്നുള്ള നടപടികൾക്ക് ഓരോ ആൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് UDF-നകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് തർക്കങ്ങളുടെയും തമ്മിൽ തർക്കങ്ങളുടെയും തുടർച്ചയായിട്ടാണ് ഈ കേസുമായി മാത്യു കുഴൽനാടൻ മുന്നോട്ട് പോയത് എന്നുള്ള ഒരു വാദം കൂടി പ്രസക്തമാകുന്നത്. കോൺഗ്രസിനകത്ത് പുതിയ തലമുറയാണ് നേതൃത്വം വഹിക്കുന്നത്. കെ സുധാകരൻ അല്ലെങ്കിൽ വി ഡി സതീശൻ, മാത്യു കുഴൽനാടനെ പോലുള്ള പ്രധാനപ്പെട്ട പോരാളികൾ ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ്. എന്നാൽ നേരത്തെയുള്ള നേതൃത്വം, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ, ഉമ്മൻചാണ്ടി മരിച്ചുപോയി, അതിനുശേഷമുള്ള നേതൃത്വം ഒന്നും, അവരുടെ അവശേഷിക്കുന്ന ഗ്രൂപ്പുകൾക്കൊന്നും പ്രസക്തിയില്ലാത്ത വിധം ഈ നേതൃത്വം ഇപ്പോൾ ഭരണത്തിലാണ്, പാർട്ടിയുടെ ഭരണത്തിലാണ്. ഈ ഘട്ടത്തിലാണ് വി ഡി സതീശനും മാത്യു കുഴൽനാടൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ടാണ് ഉന്നയിക്കുന്നതെങ്കിലും ആത്യന്തികമായി ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അന്വേഷണങ്ങൾ ചെന്നെത്താൻ സാധ്യതയുള്ളത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലടക്കം PK കുഞ്ഞാലിക്കുട്ടിയുടെ ആ തലമുറ വാങ്ങിയ പണത്തിൻ്റെ കണക്കിലേക്കാണ്. ആ കണക്ക് പുറത്തേക്ക് വരുമ്പോൾ പഴയ തലമുറ നേതൃത്വത്തെ ഒന്നാകെ നിഷ്കാസിതമാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്, അന്വേഷണ റിപ്പോർട്ടുകൾക്ക് സാധ്യതയുണ്ട്, ഈ പണം എന്തു ചെയ്തു എന്നുള്ളതടക്കം. അപ്പോൾ സ്വാഭാവികമായും തമ്മിലുള്ള താരതമ്യ ഭേദത്തിൽ വി ഡി സതീശനും കുഴൽനാടനും അടങ്ങുന്ന പുതിയ നേതൃത്വം, ഗംഭീര നേതൃത്വമാണ്, അവരിങ്ങനെയുള്ള അഴിമതിയൊന്നുമില്ല എന്ന് കണ്ടെത്തി സ്ഥാപിക്കുന്ന, സ്വയം കൊള്ളാവുന്ന ആളുകളാണെന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം കൂടി ഈ അന്വേഷണത്തിനും ബഹളങ്ങൾക്കുമൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ വായന കൂടി ഇതിനകത്ത് നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് നിഷ്കളങ്കമായി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ കേവലമായ ഒരു പരാതി എന്ന നിലയിൽ ഇവിടെ അവസാനിക്കില്ല. തുടർന്നുള്ള നാളുകളിലും ഇതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകും. ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് സമഗ്രമായി ഈ അഴിമതി അന്വേഷിക്കാനുള്ള നിർദ്ദേശം കോടതിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ
മുഖ്യമന്ത്രിക്കും മകൾക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലഭിച്ച എക്സാലോജിക്കിൻ്റെ പേരിൽ ലഭിച്ച തുകയ്ക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള തുക എന്നുള്ള നിലയിൽ ഒരു മൂല്യം കൽപ്പിച്ചു കൊടുത്താൽ പോലും ബാക്കിയുള്ള ആളുകൾക്ക് ലഭിച്ച തുകയ്ക്കുള്ള കണക്ക് അല്ലെങ്കിൽ ആദായ നികുതി അടച്ചതിൻ്റെ രേഖകൾ ഒന്നും നിലവിൽ ലഭ്യമല്ല. അവർ വാക്കാൽ തൽക്കാലം ചാനലുകളുടെ ചർച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനുണ്ട് ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞതിനപ്പുറത്തേക്കുള്ള വിശദമായ പരിശോധനയിലേക്ക് കടന്നാൽ കുടുങ്ങുന്നത് ആരൊക്കെയായിരിക്കും എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ആ ചോദ്യത്തിന് മുന്നിലാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ തർക്കങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ തലമുറ നേതൃത്വം, പാർട്ടിയെ നയിച്ച നേതൃത്വം മുഴുവൻ കുഴപ്പത്തിലാകുന്ന വിധത്തിലുള്ള ഒരു നീക്കമാണ് മാത്യു കുഴൽനാടൻ വി ഡി സതീശൻ്റെ ആശീർവാദത്തോടുകൂടി നടത്തിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർന്നുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള നിയമപരമായ നീക്കങ്ങളിൽ അത്തരമൊരു കാര്യത്തിലേക്ക് കൂടി ഇത് കടന്നു ചെല്ലാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. സമഗ്രമായി ഈ കാര്യത്തിലുള്ള ഒരു അന്വേഷണത്തിൽ അത്തരം ഒരു നീക്കം അവസാനം എത്തിച്ചെല്ലുന്നത് ഈ പറയുന്ന നേതൃത്വത്തിൻ്റെ പണം എങ്ങനെ ഉപയോഗിച്ചു, എന്തിനു വാങ്ങി എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ കണക്ക് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ്. അവിടെ കുടുങ്ങുന്നത് ഉമ്മൻചാണ്ടി മുതൽ കുഞ്ഞാലിക്കുട്ടി വരെയുള്ള നേതൃത്വമാണ് എന്നുള്ളത്. അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഗൂഢ ലക്ഷ്യം ഈ പറയുന്നത് പോലെ മാത്യു കുഴൽനാടൻ്റെയും വി ഡി സതീശൻ്റെയും ഈ താല്പര്യത്തിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊന്ന്, കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന് ഏറ്റവും വലിയ തലവേദനയായി മാറുന്ന ഒരാൾ എ കെ ആൻ്റണിയുടെ പുത്രൻ അനിൽ ആൻ്റണിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ തർക്കങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ മകൻ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള ഒരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എ കെ ആൻ്റണി എന്ന് പറയുന്ന വലിയ ആദർശധീരനും മൂല്യമുള്ള ഒരു നേതാവുമായ ഒരാളുടെ മകൻ പോയി എന്നുള്ള ആ നിലവാരത്തെ അതേ ചർച്ചാ സ്വഭാവത്തിൽ നിലനിർത്തുന്നതിന് പകരം എ കെ ആൻ്റണി അത്ര കൊള്ളുന്ന ആളല്ല എന്ന് വരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷമുള്ള ചർച്ചകളിൽ അനിൽ ആൻ്റണി അത്ര വലിയ പ്രസക്തിയുള്ള ആളായി മാറില്ല. അതുകൊണ്ട് തന്നെ എ കെ ആൻ്റണിയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഇതിന് പിന്നിലുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് ആ കാര്യം ഉന്നയിക്കുന്ന ഒരു നിരീക്ഷണം ഞാൻ അവതരിപ്പിക്കാം. ഗോപകുമാർ മുകുന്ദൻ ഈ കാര്യത്തിൽ വിശദമായൊരു നിരീക്ഷണം നേരത്തെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എന്നെല്ലാം യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കം നടന്നിട്ടുണ്ട്. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ 1995 മുതൽ യു ഡി എഫ് ശ്രമം തുടങ്ങിയതാണ്. 2001-2006 കാലത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ സമയത്ത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യമുള്ള സംയുക്ത സംരംഭത്തിന് ഖനനാനുമതി നൽകാൻ നടത്തിയ നീക്കങ്ങളും അതുയർത്തിയ ജനകീയ സമരവും മറക്കാൻ ആരും സാധ്യതയില്ല. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് ഖനനാനുമതി നൽകിക്കൊണ്ട് 2003 മെയ് 5 സർക്കാർ ഉത്തരവിറക്കിയതിനെതിരായി വലിയ സമരമുയർന്നു. മെയ് 16 ആലപ്പുഴ മുതൽ ആറാട്ടുപുഴ വരെ 10,000 അണിനിരുന്ന മനുഷ്യക്കോട്ട സംഘടിപ്പിച്ചു. സമരം കഴിഞ്ഞ് ഒരാഴ്ച കഴിയും മുമ്പ് 22/5/2003 തൃക്കുന്നപ്പുഴ വില്ലേജിലെ 4 ബ്ലോക്കുകളുടെ സ്വകാര്യ ഖനനത്തിന് കേന്ദ്ര അനുമതിക്ക് കത്തയക്കുകയാണ് യു ഡി എഫ് ചെയ്തത്. 2002 ഒക്ടോബർ 22 യു ഡി എഫ് സർക്കാർ കായംകുളം പൊഴിക്ക് വടക്ക് ആലപ്പുഴ തീരത്ത് സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾക്ക് കരിമണൽ ഖനനാനുമതി നൽകാൻ നയപരമായി തീരുമാനിച്ചത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ അധികാരത്തിൽ വന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2001 ആഗസ്റ്റ് 8 ആലപ്പുഴ തീരത്ത് സ്വകാര്യ ഖനനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യവസായ സെക്രട്ടറി കേന്ദ്ര ഖനി വകുപ്പിന് കത്തയച്ചിരുന്നു, വേണമെന്നാവശ്യപ്പെട്ട്. 2004 ഡിസംബർ 26 ഉണ്ടായ സുനാമിയിൽ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്ത് 39 പേർ മരിച്ചു. 1500 വീടുകൾ പുനർനിർമ്മിക്കേണ്ടി വന്നു. ഈ ദുരന്തത്തിന് ശേഷവും ഈ തീരത്തെ സ്വകാര്യ ഖനന നീക്കവുമായി യു ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയി. 2005 അവസാനമായപ്പോഴേക്കും ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ വില്ലേജുകളിലെ 13 ബ്ലോക്കുകൾക്ക് ഇവർ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഖനനാനുമതി നേടി. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ തീരത്തിൻ്റെ പരിസ്ഥിതി ദുർബലാവസ്ഥയാണ് ഖനനത്തെ എതിർക്കുന്നതിന് കാരണമായത്. സുനാമി ഈ ആശങ്ക ബലപ്പെടുത്തുകയും ചെയ്തു. ഇതൊന്നും യു ഡി എഫിനെ പിന്തിരിപ്പിച്ചില്ല. അവർ 1995 തുടങ്ങിയ നീക്കമാണിത്. കേന്ദ്ര അനുമതി ലഭിച്ച 13 ബ്ലോക്കുകളിൽ ഖനനം നടത്താൻ വേണ്ട നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ട് CMRL 2005 ഡിസംബർ 28 സംസ്ഥാന സർക്കാരിന് കത്തയച്ചു. എന്നാൽ ഈ സമയം ആയപ്പോഴേക്കും കേരളം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി. 2006 LDF വീണ്ടും അധികാരത്തിൽ വന്നു. 2007 പുതിയ വ്യവസായ നയം കൊണ്ടുവന്നു LDF സർക്കാർ. സ്വകാര്യ സംയുക്ത സംരംഭങ്ങൾക്ക് ധാതുമണൽ ഖനനത്തിന് അനുമതി നൽകില്ല എന്ന് നയം പ്രഖ്യാപിച്ചു. പരമാവധി മൂല്യവർദ്ധനവിലൂന്നി പരിസ്ഥിതി സംരക്ഷിച്ചുള്ള സമീപനമാകും ധാതുമണൽ മേഖലയിൽ സ്വീകരിക്കുക എന്ന് നയം വ്യക്തമാക്കി. ടൈറ്റാനിയം ലോഹ നിർമ്മാണത്തിന് വേണ്ട ആധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുകയും ടൈറ്റാനിയം അധിഷ്ഠിത വ്യവസായ ശൃംഖല ഉണ്ടാക്കുകയുമാണ് ലക്ഷ്യം എന്ന് നയം വ്യക്തമാക്കി.
ധാതുമണൽ വിനിയോഗം സംബന്ധിച്ച് ഏറ്റവും സമഗ്രമായ സമീപനമായിരുന്നു ഇത്. ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ CMRL ഖനനാനുമതി നിഷേധിച്ച് LDF സർക്കാർ കത്ത് നൽകി. ഇതിനെതിരെ CMRL കേന്ദ്ര ഖനി വകുപ്പിന് റിവിഷൻ ഹർജി കൊടുത്തു. ഖനനാനുമതി നിഷേധിച്ചത് കേന്ദ്ര നയത്തിന് വിരുദ്ധമാണെന്നും ഈ സമീപനം ധാതുമണൽ രംഗത്തെ മത്സരാധിഷ്ഠിത വികസനത്തെ തടയുമെന്നും ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവുകൾ കോൺഗ്രസ് സർക്കാർ റദ്ദാക്കി. 2009 നവംബർ 30 കേന്ദ്ര ഖനി വകുപ്പിൻ്റെ തീരുമാനം. 2010 ഡിസംബർ 15 വീണ്ടും അപേക്ഷകൾ നിരസിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഈ ഉത്തരവിനെതിരെ CMRL കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി. 2013 ഫെബ്രുവരി 21 കോടതി വിധി വന്നു. ഖനനാനുമതി നിരസിച്ച സർക്കാർ ഉത്തരവ് കോടതി റദ്ദാക്കി. സമരത്തെ തുടർന്ന് 4 ബ്ലോക്കുകൾക്ക് നൽകിയ അനുമതി മരവിപ്പിച്ചിരുന്നു. ഈ ഉത്തരവും കോടതി റദ്ദാക്കി. മറ്റൊരു 16 അപേക്ഷകൾ തീർപ്പാക്കാതെ സർക്കാരിലുണ്ടായിരുന്നു. ഇവയടക്കം മുഴുവൻ ഖനനാനുമതി അപേക്ഷകളും 6 മാസത്തിനകം പുനഃപരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഉത്തരവായി കോടതി. സമരം ശക്തിപ്പെട്ടു. UDF നീക്കം നടന്നില്ല. 2016 മുതൽ ഇപ്പോൾ വരെ ഇടതുപക്ഷ സർക്കാരാണ്. ഇതുവരെ സ്വകാര്യ ഖനനാനുമതി നടന്നിട്ടുമില്ല. അതായത് UDF സർക്കാരുകൾ ഇത്തരത്തിലുള്ള നീക്കം നടത്തി. കേന്ദ്ര സർക്കാർ പോലും അതിന് നിർദ്ദേശം നൽകി. കോടതികൾ ഇടപെട്ടു. ഈ ഘട്ടത്തിലൊന്നും ഖനനാനുമതി നൽകാതിരിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. ആ ഘട്ടത്തിലൊന്നും അവർക്ക് അനുകൂലമായ നിലപാട് കൈക്കൊണ്ടില്ല, നടപ്പായുമില്ല. ഇതിനിടെ കഴിഞ്ഞ കൊല്ലം കേന്ദ്ര സർക്കാർ മൈനർ മിനറൽ ലൈസൻസിംഗ് നിയമം ഭേദഗതി ചെയ്തു. സ്വകാര്യ ഖനനം അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഭേദഗതി. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി എതിർത്തതിനെ തുടർന്നാണ് ഈ ഭേദഗതി പിൻവലിച്ചത്. അപ്പോൾ കുഴൽനാടൻ ചെയ്യേണ്ടത് ശ്രീ AK ആൻ്റണിയോട് പോയി ഇതേക്കുറിച്ച് ചോദിക്കണം. വേണമെങ്കിൽ പുതുപ്പള്ളിയിൽ പോയി കല്ലറയിൽ ഒരു ചോദ്യക്കുറിപ്പ് വയ്ക്കുകയുമാകാം. അതുമല്ലെങ്കിൽ സ്വകാര്യ ധാതുമണൽ ഖനനം നയമായി സ്വീകരിച്ച കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തോട് ചോദിക്കുകയുമാകാം. വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട. കർത്താവിന് കരിമണൽ ഖനനം കൊടുക്കാൻ നേരെ ഇറങ്ങിയതാണ് UDFൻ്റെ ചരിത്രം. ഈ കുഴൽനാടൻ ആൻ്റണിയോട് പോയി ഇത് ചോദിക്കുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ കരിമണൽ ഖനനത്തിന് അനുകൂലമായ നിലപാടെടുത്ത സർക്കാരുകൾ AK ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും സർക്കാരാണ്. ഇതേ CMRL നിന്നും പണം വാങ്ങിയെന്ന് ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലിലുള്ള പേരുകാരിൽ പ്രധാനപ്പെട്ട ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി വരെയുള്ള ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഘട്ടത്തിലാണ് മാത്യു കോൾനാടൻ്റെ ചോദ്യം AK ആൻ്റണിയിലേക്ക് നീങ്ങേണ്ട സാഹചര്യം വരുന്നത്. നിയമ നടപടികൾ ഇങ്ങനെ LDF ഇതിനെതിരായി മുന്നോട്ട് പോകുമ്പോഴും UDF ഈ പണം വാങ്ങിച്ച് അവർക്ക് കരിമണൽ ഖനനത്തിന് അനുമതി കൊടുത്തു എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് ഉത്തരം പറയേണ്ടത് AK ആൻ്റണിയാണ്. AK ആൻ്റണിയുടെ സർക്കാരാണ്. അന്ന് പോയ സർക്കാർ. ആ സർക്കാർ ഇപ്പോൾ ഇല്ല. അതിൻ്റെ അവശിഷ്ട മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണി ഇപ്പോഴുണ്ട്. അതുകൊണ്ട് കുഴൽനാടൻ്റെ നീക്കം ഒരുപക്ഷെ ഉമ്മൻചാണ്ടി കഴിഞ്ഞ് AK ആൻ്റണി ജീവിച്ചിരിക്കുന്ന AK ആൻ്റണി എന്ന മുൻ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ള സംശയത്തിലേക്കാണ് നീങ്ങുന്നത്. പിണറായി വിജയനും മകളും സ്വാഭാവികമായ രാഷ്ട്രീയ എതിരാളികൾ എന്നുള്ള നിലയിൽ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താൻ കുഴൽനാടന് സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ആത്യന്തികമായി ഇത് എത്തപ്പെടുന്നത് പിണറായി വിജയൻ്റെയും മകളുടെയും കേസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇനി ഈ പണം ബാങ്ക് അക്കൗണ്ട് വഴി ഒരു കമ്പനി IT സർവീസ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രേഖ തന്നെ നിലവിലുള്ള, അങ്ങനെ ഒരു ഇടപാട് നടന്നതിന് ഔദ്യോഗിക രേഖ നിലവിലുള്ള ഒരു സംവിധാനമായിട്ടാണ് അവർ പണം വാങ്ങിയതിനെ നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന രേഖകൾ ഉൾപ്പെടെയുള്ള കണ്ടാൽ നമുക്ക് ബോധ്യമാവുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഒരു കണക്കുമില്ലാണ്ട് പണം വാങ്ങി എന്നുള്ള കണ്ടെത്തലുണ്ട്. ആ ഡയറിയിലെ കുറിപ്പുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ വാങ്ങി എന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ എങ്ങനെ വാങ്ങി, എന്ത് വാങ്ങി, എവിടെ പണം എന്നൊക്കെ ചോദിച്ചാൽ കുടുങ്ങിപ്പോഴും. അതിൻ്റെ മുന്നിലേക്കാണ് ഈ പറയുന്ന AK ആൻ്റണി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും എടുത്ത നടപടികൾ വരുന്നത്. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഗുരുതരമായ കുറ്റകൃത്യം തന്നെ UDF സർക്കാരുകൾ ചെയ്തു, ദുരുദ്ദേശത്തോടു കൂടി ചെയ്തു എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അതുകൊണ്ട് ഈ പറയുന്ന കുഴൽനാടൻ്റെ ആരോപണങ്ങൾ ആഭ്യന്തരമായി കോൺഗ്രസിൻ്റെ നേതൃത്വം, നിലവിലെ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടി നടത്തുന്ന ഒരു ആഭ്യന്തര യുദ്ധമായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. അതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ഒന്ന്, പുതിയ നേതൃത്വത്തിൻ്റെ ക്ലീൻ ഇമേജിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം. രണ്ടാമത്തേത് ഈ പറയുന്ന പോലെ വലിയ തലവേദനകൾ ഒഴിവാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ നീക്കവും നിലവിലുണ്ട്. ഇതാണ് കരിമണൽ ഖനനത്തിന് എതിരായ മാത്യു കോൾനാടൻ്റെ യുദ്ധത്തിൻ്റെ ആത്യന്തിക പരിണതി എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു നിഗമനം. മുഖ്യമന്ത്രിയെയും മകളെയും നിരന്തരം ചീത്ത വിളിച്ചാൽ കിട്ടുന്ന ശ്രദ്ധ, മാത്യു കോൾനാടൻ്റെ ഇടക്കിടക്ക് പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ, മുമ്പ് നമ്മൾ കണ്ട നിരവധി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ ഒരു ട്രിക്കാണ് ഈ ഇംഗ്ലീഷ് വാക്കുകൾ ഇടക്കിടക്ക് പറയുക എന്നുള്ളത്. അപ്പം മലയാളികൾ അയാൾക്ക് ഇംഗ്ലീഷൊക്കെ അയാൾ ഭയങ്കരനാണ് എന്നൊക്കെ പറയുന്നൊരു പരിപാടിയുണ്ട്. വരും ദിവസങ്ങളിലും പാവപ്പെട്ട AK ആൻ്റണിയെയും ഉമ്മൻചാണ്ടിയെയും കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഈ പറയുന്ന കുഴൽനാടൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും, ഇടക്കിടക്ക് ഇംഗ്ലീഷും പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.